അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ചെവിടുത്ത് നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധായ എവങ്കേല്യമല്ലേ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന പരിശുദ്ധനായ യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായുടെ മനുഷ്യാവതാര വ്യാപാര കാലങ്ങളിൽ ഇവയെല്ലാം ഇപ്രകാരം സംഭവിച്ചു. അനന്തരം 3-ാം ദിവസം ഗലീലായിലെ കൊത്തിനെ പട്ടണത്തിൽ ഒരു കല്യാണ വിരുന്നുണ്ടായിരുന്നു. യേശുവിന്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. യേശു തന്റെ ശിഷ്യന്മാരും ആ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. വീഞ്ഞ് തികയാതെ വന്നപ്പോൾ യേശുവിന്റെ മാതാവ് അവനോട്, ഇവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്? എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന്. മാതാവ് പരിചാരകന്മാരോട്, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുചീകരണത്തിനായി വെച്ചിരുന്ന 6 കൽഭരണികൾ ഉണ്ടായിരുന്നു. അവ 2-3 പറ വീതം കൊള്ളുന്നവയായിരുന്നു. യേശു അവരോട്, ഭരണികളിൽ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. അവർ അവയെ വക്കോളം നിറച്ചു. അവരവരോട്, ഇനി കോരിയെടുത്ത് പന്തിപ്രമാണിയുടെ അടുക്കൽ കൊണ്ടുചെന്ന് കൊടുപ്പീനെന്ന് പറഞ്ഞു. അവർ കൊണ്ടുചെന്നു കൊടുത്തു. അതെവിടെ നിന്ന് കിട്ടിയെന്ന് പന്തിപ്രമാണി അറിഞ്ഞില്ല. തങ്ങൾ വെള്ളം കോരി നിറച്ചു എന്നുള്ളത് പരിചാരകർക്കറിയാമായിരുന്നു. പന്തിപ്രമാണി വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ചു നോക്കിയിട്ട് മണവാളനെ വിളിച്ചവനോട്, എല്ലാവരും ആദ്യമായി നല്ല തരം വീഞ്ഞും ലഹരി പിടിച്ചതിനു ശേഷം താഴ്ന്ന തരവും കൊണ്ടുവരുന്നു. നീയോ ഇതുവരെയും നല്ല തരം വീഞ്ഞ് കരുതി വെച്ചിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു ഗലീലായിലെ കൊത്തിനെ പട്ടണത്തിൽ വെച്ച് പ്രവർത്തിച്ച തന്റെ മഹത്വം അറിയിച്ച ആദ്യ അടയാളം ഇതാകുന്നു. അവന്റെ ശിഷ്യന്മാർ ഇത് മുഖാന്തരം അവനിൽ വിശ്വസിക്കുകയും ചെയ്തു. മറിക്കുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ.